ക്രിസ്മസ് ഒരുക്കത്തിനായി നാം നിരന്തരം ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് ലൂക്ക 1:28 മുതൽ 38 വരെ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ദൈവമാതാവിനോടുള്ള അറിയിപ്പാണ് ഇതിന്റെ ഉള്ളടക്കം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതൻ മറിയത്തെ സമീപിച്ചത്. ദൈവകൃപയാണ് മറിയത്തെ ധന്യയും ഭാഗ്യവതിയുമാക്കിയത്. ദൈവദൂതന്റെ അഭിസംബോധനയുടെ അർത്ഥം മനസ്സിലാകാതെ മറിയം അസ്വസ്ഥയായപ്പോൾ മാലാഖ തുടർന്നു, മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനു കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതായത് മറിയത്തിൽ ജനിക്കാനിരിക്കുന്ന ശിശു 1 ദിനവൃത്താന്തം 17:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണെന്ന് വ്യക്തമാകുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. മറിയത്തിന്റെ സംശയത്തിന് മാലാഖ നൽകുന്ന മറുപടിയിലൂടെ യേശു ആരാണെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം ഇപ്രകാരം തന്നെ സമർപ്പിച്ച നിമിഷം മനുഷ്യബുദ്ധിക്കും യുക്തിക്കും അതീതമായ ഒരു രഹസ്യം അവളെ ആവരണം ചെയ്തു. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ ആവസിച്ചു. വചനം അവളിൽ മാംസം ധരിച്ചു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവ് ലക്ഷ്യം വെച്ചതും മനുഷ്യന്റെ പാപം മൂലം നഷ്ടപ്പെടുത്തിയതുമായ ജീവന്റെ സമൃദ്ധി മനുഷ്യന് കരഗതമാകുന്നതിന് മറിയത്തിന്റെ സഹകരണത്തിലൂടെ ഇടയായി. ഇപ്രകാരം ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തുവാൻ ഇത്രയും ചെറുപ്പത്തിലെ മറിയത്തിന് എങ്ങനെ കഴിഞ്ഞു? ക്രിസ്തീയ പാരമ്പര്യം പറയുന്നത് മറിയം മനുഷ്യാവതാരത്തിനായി കാത്തിരിക്കുകയും ദൈവപുത്രന്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിക്കുന്ന കന്യകയ്ക്ക് ദാസ്യവേല ചെയ്യാനുള്ള ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അങ്ങനെ ദൈവപുത്രനെ തനിക്കും കരങ്ങളിൽ എടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുമല്ലോ എന്നതായിരുന്നു അവളുടെ ചിന്ത. മറിയത്തിൻ്റെ അമ്മ അവളെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു എന്നും മറിയത്തിന് ബാല്യം മുതൽ താൻ ദൈവത്തിൻ്റെതാണെന്ന ബോധ്യമുണ്ടായിരുന്നുവെന്നുമാണ് ഖുർആൻ 3-ാം അധ്യായം പറയുന്നത്. മറിയത്തിൻ്റെ വിശ്വാസ സമർപ്പണം നമുക്കും സ്വന്തമാക്കാം. ഉദരത്തിൽ വെച്ച് തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിലെ നേട്ടങ്ങളെക്കാൾ ദൈവ തിരുഹിതത്തിനായി സമർപ്പിക്കാൻ അമ്മമാരെയും ഒരുക്കാം.